എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് സെറ്റ്സ് എന്നുള്ള ചാപ്റ്റർ എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്ത് ചെയ്യാണ്. 15 ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ചെയ്യാം നമുക്ക്. നിങ്ങൾക്ക് കൂടുതൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ കമൻറ്റുമാണ് കൂടുതൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following is an empty set? ഏതാണ് വരിക? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച്. നിങ്ങൾക്ക് ഇത് അറിയില്ല എങ്കിൽ നിങ്ങൾ ആ പ്ലേലിസ്റ്റിൽ പോയി ഇതിൻ്റെ ആ സെറ്റ്സ് എന്നുള്ള ചാപ്റ്റർ മുഴുവൻ കാണണം. അത് കഴിഞ്ഞാലേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ എന്താണ് എംപ്റ്റി സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റിൽ അംഗങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല അല്ലെ? അപ്പോൾ എങ്ങനെയാണ്? എക്സ് ഈസ് എ റിയൽ നമ്പർ ആൻഡ് എക്സ് സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0. എക്സ് ഏതെങ്കിലും ഒരു നമ്പർ റിയൽ നമ്പർ ആണ് വെച്ചെങ്കിൽ നമുക്ക് എന്താണ് +1 എന്തായാലും വരും അല്ലെ? ഈ 0 ആയിട്ട് കിട്ടില്ല. അപ്പൊ ഈ സെറ്റ് എന്താണ്? ഒരു എംപ്റ്റി സെറ്റ് ആണ്. അപ്പൊ ബി എന്നുള്ളതാണ് ആൻസർ. മനസ്സിലായോ? എങ്ങനെയാണ് എംപ്റ്റി സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെറ്റിൽ അംഗങ്ങളൊന്നും ഉണ്ടാവാണ്ടിരിക്കുക. അങ്ങനെ ആവുമ്പോഴാണ് അത് എംപ്റ്റി സെറ്റ് ആവുക. ഇപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എക്സ് ഏതൊരു റിയൽ നമ്പർ കൊടുത്താലും നമുക്ക് എന്ത് +1 എങ്കിലും കിട്ടും അല്ലെ? 1 എങ്കിലും കിട്ടും അതിന്റെ ആൻസർ. അപ്പൊ 0 ആകാൻ സാധ്യതയില്ല. അപ്പൊ ഏതാണ്? അങ്ങനെയുള്ള ഒരു അംഗം പോലും ഉണ്ടാവില്ല എക്സിന്. അപ്പോ അത് എംപ്റ്റി സെറ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ 2 3 4 ആൻഡ് എക്സ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ 0 1 2 3 4. then which of the following statement is correct? നോക്കൂ, എയുടെ കോംപ്ലിമെന്റ് എടുത്ത അവര് എന്താണ് പറയാ? എയുടെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ എക്സില് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് പറയണത്. അപ്പൊ എയിൽ ഇല്ലാത്തത് എക്സിലുള്ളത്, അങ്ങനെയാണ് എ കോംപ്ലിമെന്റ് വരിക അല്ലെ? അപ്പൊ എ കോംപ്ലിമെന്റ് ഇതിൽ എന്ത് വരും? 0 വരും, പിന്നെ 1 വരും അല്ലെ? 0യും 1ഉം ബാക്കിയെല്ലാം എയിലുണ്ട്. അപ്പൊ എക്സിലുള്ള എല്ലാ അംഗങ്ങളും എയിലെ അംഗങ്ങള് എക്സ് വെട്ടിക്കളഞ്ഞാൽ ബാക്കിയുള്ളതാണ് നമുക്ക് എ കോംപ്ലിമെന്റ് അല്ലെ? എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് സെറ്റ് 0 1 ആണ്. അപ്പൊ നമുക്ക് ഈ എ കോംപ്ലിമെന്റ് എന്താണ്? സെറ്റ് 0 സബ്സെറ്റ് ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞൂടെ? കാരണം എന്താണ്? സെറ്റ് 0 എന്ന് പറയുന്നത് ഇതിലുള്ള ഒരു അംഗമാണ് അല്ലെ? അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? സി എന്നുള്ളതാണ് ആൻസർ എന്ന് പറയാം. സെറ്റ് 0 ബിലോങ്സ് ടു എ കോംപ്ലിമെന്റ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. 0 ബിലോങ്സ് ടു എ കോംപ്ലിമെന്റ് എന്ന് പറയാം, പക്ഷെ സെറ്റ് 0 ബിലോങ്സ് ടു എ കോംപ്ലിമെന്റ് എന്ന് പറയാൻ സാധിക്കില്ല. ഇത് തെറ്റാണ്. അത് ഞാൻ അന്ന് ക്ലാസ് എടുത്തപ്പോഴേ പറഞ്ഞു. നിങ്ങള് ബിലോങ്സ് ടു പറയുമ്പോ, അതായത് അതിലെ ഒരു അംഗമാണ് എന്ന് പറയുമ്പോ നമ്മള് ഇതിലുള്ള ഒരു വാല്യൂവിനെ മാത്രമേ നമുക്ക് എടുക്കാൻ പാടുള്ളൂ. സെറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതണച്ചെങ്കിൽ സെറ്റിന്റെ ഉള്ളിൽ ഒരു സെറ്റും കൂടി വേണം, എങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ പറയാൻ സാധിക്കുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ സിറ്റി 20% ഓഫ് എ പോപ്പുലേഷൻ ട്രാവൽസ് ബൈ കാർ, 50% ട്രാവൽസ് ബൈ ബസ് ആൻഡ് 10% ട്രാവൽസ് ബൈ ബോത്ത് കാർ ആൻഡ് ബസ്. then persons traveling by car or bus is. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു n of a plus n of b മൈനസ് n of a ഇന്റർസെക്ഷൻ b ആണ് ഏതെന്ന് പറയണത്? n of a യൂണിയൻ b അല്ലെ? n of a യൂണിയൻ b ഈക്വൽ ടു n of a plus n of b മൈനസ് n of a ഇന്റർസെക്ഷൻ b ആണ്. അപ്പൊ നമുക്ക് ഇതില് എന്തൊക്കെ തന്നിട്ടുണ്ട്? കാറ് 20%, പിന്നെ എന്താണ്? ബസ് 50% അല്ലെ? ഇവിടെ 50 വന്നു. ഇനി എന്താണ്? ആൻഡ് 10% ട്രാവൽസ് ബൈ ബോത്ത് കാർ ആൻഡ് ബസ്, അതായത് രണ്ടിലും ഉപയോഗിക്കണവര്, അത് 10. അപ്പൊ എന്താണ്? 20 + 50 - 10, അത് എത്രയാണ്? 60%. അപ്പൊ ഏതാണ് ആൻസർ? സി എന്നുള്ളതാണ് ആൻസർ. അപ്പൊ ഇത് എല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടണമെങ്കിൽ നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയിട്ട് സെറ്റ്സ് എന്നുള്ള ചാപ്റ്റർ നമ്മൾ ക്ലാസ് ആയിട്ട് എടുത്തിട്ടുണ്ട്, അതൊന്ന്
നോക്കണത് നല്ലതായിരിക്കും. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ ഓരോ റെസ്പോൺസും ആണ് കൂടുതൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇഫ് എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ 1 2 3, ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എ ബി, ദെൻ എ ക്രോസ് ബി ഈസ് ഗിവൺ ബൈ. ഞാൻ പറഞ്ഞു എ ക്രോസ് ബി എങ്ങനെയാണ് എഴുതുക? എ ക്രോസ് ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർസ് ആയിട്ടാണ് എഴുതുക. 1 കഴിഞ്ഞ് 1 എ 1 ബി അല്ലെ. 1 എ ഓർഡേർഡ് പെയർസ് 1 എ 1 ബി, പിന്നെ എന്താണ് വരിക? 2 എ 2 ബി 2 എ 2 ബി, പിന്നെ ഇത് വരും 3 എ 3 ബി. ഇതാണ് എ ക്രോസ് ബി അല്ലെ. ഇതിനെ കോമ കൊണ്ട് സെപ്പറേറ്റ് ചെയ്യണം. സെറ്റിന്റെ ഉള്ളിലാണ് എഴുതേണ്ടത്. അപ്പൊ ഏതാണ് ആൻസർ? സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The set of intelligent students in a class is. നോക്കൂ, ഇന്റലിജന്റ് സ്റ്റുഡൻസിനെ നമുക്ക് സെറ്റ് ആയിട്ട് പറയാൻ പറ്റുമോ? വെൽ ഡിഫൈൻഡ് ആയ സെറ്റ് ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? ഒരാൾക്ക് തോന്നണ ഇന്റലിജന്റ് ആയിട്ടുള്ള സ്റ്റുഡന്റ് ആവില്ല മറ്റൊരാൾക്ക് തോന്നണ ഇന്റലിജന്റ് സ്റ്റുഡന്റ് അല്ലെ. അപ്പൊ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കളക്ഷൻ ആണ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പോ ഇതിലെന്താ പറയാ? ഈ സെറ്റ് ഓഫ് ഇന്റലിജന്റ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് എന്ന് പറയുന്നത് നോട്ട് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സ്, യൂണിയൻ ഓഫ് സെറ്റ്സും ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്സും. ഇതിലെന്താണ്? ഇഫ് എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ 1 3 5 7 9 11 13 15 17. അതായത് ഇതെന്താണ്? ഒറ്റ സംഖ്യകളാണ് അല്ലെ, ഓഡ് നമ്പേഴ്സ് ആണ്. ബി എന്ന് പറയുന്നതോ 2 4 അങ്ങനെ 18 വരെ, അതായത് ഇരട്ട സംഖ്യകളുമാണ്. ആൻഡ് എൻ ഈസ് ദ യൂണിവേഴ്സൽ സെറ്റ്. നാച്ചുറൽ നമ്പേഴ്സ് ആണ്. എൻ ഈസ് ദ യൂണിവേഴ്സൽ സെറ്റ്. ദെൻ എ കോംപ്ലിമെന്റ് യൂണിയൻ എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. അപ്പൊ ബ്രാക്കറ്റിലുള്ളത് നമുക്ക് ആദ്യം ചെയ്യാം. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്ത് വരും? അതായത് 18 വരെയുള്ള എല്ലാ സംഖ്യകളും വരും അല്ലെ. ഓഡ് നമ്പേഴ്സും വരും, ഈവൺ നമ്പേഴ്സും വരും 18 വരെയുള്ളത്. അപ്പൊ അങ്ങനെ എ യൂണിയൻ ബി കിട്ടി. ഇനി ഇന്റർസെക്ഷൻ, അതായത് 1 മുതൽ 18 വരെയുള്ള എല്ലാ സംഖ്യകളും ആണ് എ യൂണിയൻ ബി എന്ന് കിട്ടി. ഇനി എന്താണ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ബിയിലുള്ള അംഗങ്ങൾ അല്ലാത്തത് അല്ലെ. അപ്പൊ ബിയിലുള്ളത് അല്ലാത്തത് എന്ന് പറഞ്ഞാൽ പിന്നെ എയിലുള്ളതാണ്, അതായത് ഓഡ് നമ്പേഴ്സ് മാത്രമാണ്. അപ്പൊ അത് ഇന്റർസെക്ഷൻ ഓഡ് നമ്പേഴ്സ് അല്ലെ, ഓഡ് നമ്പേഴ്സ്. അപ്പൊ എ യൂണിയൻ ബിയിലുള്ളത് എല്ലാ നമ്പേഴ്സും, പിന്നെ ഇന്റർസെക്ഷൻ ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ പിന്നെ ഏതാണ് വരിക? ഓഡ് നമ്പർ മാത്രമാണ് വരിക അല്ലെ, ഓഡ് നമ്പർ മാത്രം. അപ്പൊ ഈ ഭാഗം എന്ന് പറയുന്നത് ഓഡ് നമ്പർ മാത്രം, 1 3. ഇത് അതായത് എ തന്നെയാണ്. എ കോംപ്ലിമെന്റ് യൂണിയൻ എ എന്ന് പറഞ്ഞിട്ട് വെച്ചെങ്കിൽ പിന്നെ എന്താണ് വരിക? എ കോംപ്ലിമെന്റ് യൂണിയൻ എ എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് വരും? അതായത് എയിലുള്ള സംഖ്യകള് പിന്നെ എ കോംപ്ലിമെന്റിലുള്ള സംഖ്യകള്, അപ്പൊ എല്ലാം കൂടി എന്താണ്? എന്നാണ് യൂണിവേഴ്സൽ സെറ്റ്. അപ്പൊ ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 ആൻഡ് ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5. ദെൻ എ ഇന്റർസെക്ഷൻ ബി ഈസ് ഗിവൺ ബൈ. അതായത് എയിലും ബിയിലും, എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എയിലും ബിയിലും ഉണ്ടാവണം അല്ലെ. മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്, മൾട്ടിപ്പിൾ ഓഫ് 5 ആണ്. അങ്ങനെയുള്ള സംഖ്യകളില് കോമൺ ആയിട്ടുള്ളത് എങ്ങനെയാണ് വരിക? അതായത് ഇതിന്റെ LCM എന്ത് വരും? 15 വരും അല്ലെ. 15ന്റെ മൾട്ടിപ്പിൾ ആണ് രണ്ടിലും വരുന്നത് അല്ലെ. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 15ന്റെ മൾട്ടിപ്പിൾ ആവണം. അതായത് LCM 3 × 5 3 × 5 15 ആണ്. അപ്പൊ 15ന്റെ മൾട്ടിപ്പിൾ ആണ് നമുക്ക് വരിക. അപ്പൊ ഏതാണ് ആൻസർ? സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If y union set of all 1 2 equal to set of all 1 2 3 5 7
59, then എന്താണ് പറയാൻ സാധിക്കുക? y യൂണിയൻ സെറ്റ് 1 2 എന്ന് പറയണത് 1 2 3 5 9 ആണ് വെച്ചെങ്കിൽ ഈ yയില് ലീസ്റ്റ് ആയിട്ട് എന്തെങ്കിലും വേണം, 3 5 9 എങ്കിലും വേണം, എങ്കിലേ നമുക്ക് ഈ സെറ്റ് പറയാൻ പറ്റുള്ളൂ. കാരണം എന്താണ്, ഇവിടെ 1 2 ഉണ്ട്, പിന്നെ 3 5 9 കൂടി കൂടിയാലാണ് നമുക്ക് 1 2 3 5 9 അറിയാം. അപ്പൊ ലീസ്റ്റ് ആയിട്ടുള്ളത്, അതായത് സ്മോളസ്റ്റ് ആയിട്ടുള്ള സെറ്റ് ഓഫ് y എന്ന് പറയുന്നത് എന്താവണം? 3 5 9 ആവണം. ഇനി വേറെ ഒരെണ്ണം കൂടി ഉണ്ട്. കാരണം എന്താണ്, ലാർജസ്റ്റ് ആയിട്ടുള്ള നമ്പർ എന്ന് പറയുന്നത് ഇതെല്ലാം ഉള്ളതാണ് ഒരു ലാർജസ്റ്റ്. അപ്പൊ 1 2 3 5 9 എന്നുള്ളത് ലാർജസ്റ്റും ആണ്. അപ്പൊ രണ്ട് ആൻസർ ഉണ്ട് ഇതിന്, എ എന്നുള്ളതും സി എന്നുള്ളതും ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഗിവൺ ദ സെറ്റ് എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ 1 2 3, ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ 3 4, സി ഈക്വൽ ടു 4 5 6, then എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി ഈസ്. ബി ഇത് സി ഇത്. ബി ഇന്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ രണ്ടിലും ഉള്ളത് കോമൺ ആയിട്ടുള്ളത് ഏതാണ്? സെറ്റ് 4 ആണ്. ഇനി എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ എ യൂണിയൻ 1 2 3യും പിന്നെ 4ഉം. അപ്പൊ ഏതാണ് ആൻസർ വരിക? സി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ ആൻഡ് ബി ആർ എനി ടു സെറ്റ്സ്, then എ യൂണിയൻ എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു. എയും ബിയും ഏതെങ്കിലും ഒരു സെറ്റ് ആണ് എങ്കിൽ നമുക്ക് എ യൂണിയൻ എ ഇന്റർസെക്ഷൻ ബി എന്നുള്ളതിനെ എന്തെഴുതാം? എ യൂണിയൻ എ ഇന്റർസെക്ഷൻ എ യൂണിയൻ ബി എന്ന് എഴുതാം അല്ലെ. എ യൂണിയൻ എ എന്ന് പറഞ്ഞാൽ എ തന്നെ, എ ഇന്റർസെക്ഷൻ എ യൂണിയൻ ബി അതല്ലേ. എ ഇന്റർസെക്ഷൻ അതായത് എയിലുള്ളതും എ യൂണിയൻ ബിയിലുള്ളതും എന്ന് പറഞ്ഞാൽ എന്താണ്? എ തന്നെയാണ്. അപ്പൊ ഏതാണ് ആൻസർ? ഡി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് x equal to 4n plus 1, 2 less than or equal to n less than or equal to 5, then the number of subsets of A is. എയിൽ എത്ര അംഗങ്ങൾ ഉണ്ടാവും? അതായത് എക്സിന് എന്നിന് 2 കൊടുക്കുക. ആദ്യം 2 കൊടുത്ത ഒരു വാല്യൂ കിട്ടും അല്ലെ. 2 കൊടുത്ത ഒരു വാല്യൂ കിട്ടും. നെക്സ്റ്റ് 3 കൊടുത്ത ഒരു വാല്യൂ കിട്ടും, 4 കൊടുത്ത ഒരു വാല്യൂ കിട്ടും, 5 കൊടുത്താലും ഒരു വാല്യൂ കിട്ടും അല്ലെ എക്സിന്. അപ്പൊ എത്ര വാല്യൂസ് ഉണ്ട്? 4 വാല്യൂസ് ഉണ്ട് അല്ലെ. 4 സെറ്റിലുള്ള അംഗങ്ങൾ 4 എണ്ണാണ്. അപ്പൊ നമുക്ക് എത്ര സബ്സെറ്റ് ഉണ്ടാവും? 2⁴ അല്ലെ. 2⁴ എന്ന് പറയുന്നത് എത്രയാണ്? 16. അപ്പൊ ഏതാണ് ആൻസർ? എ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഇഫ് എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ 1 2 3 4, ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ 2 3 5 6 and c equal to set of all 3 4 6 7, then എന്താണ് പറയാ? അതായത് നമുക്ക് ഇതില് എന്ത് പറയാം? ബി ഇന്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കൂ. ബി ഇന്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? 3യും 6ഉം അല്ലെ. 3യും 6ഉം ആണ് കോമൺ ആയിട്ടുള്ളത്. അപ്പൊ ബി ഇന്റർസെക്ഷൻ സി എന്ന് പറയുന്നത് 3 6 ആണ്. ഇനി എന്താണ്? എ മൈനസ്, അതായത് എയിൽ നിന്ന് ബി ഇന്റർസെക്ഷൻ സി, അതായത് 3യും 6ഉം മൈനസ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഏതാണ്? 1 2 4 മാത്രമാണ്. അപ്പൊ ഏതാണ് ആൻസർ? ബി എന്നുള്ളത് ശരിയാണ് അല്ലേ. ഇവിടെ എ മൈനസ് ബി ഇന്റർസെക്ഷൻ സി എന്ന് പറയുന്നത് 1 2 4, അത് ശരിയാണ്. ഇനി ഒരെണ്ണം കൂടി ശരിയുണ്ട്. എങ്ങനെയാണ്? ബി യൂണിയൻ സി എന്ന് പറഞ്ഞാൽ എന്താണ്? ബി യൂണിയൻ സി എന്ന് പറഞ്ഞാൽ 2 3 4 5 6 7 അല്ലെ. 2 3 4 5 6 7. എയിൽ നിന്ന് 2 3 4 5 6 മൈനസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ 2 3 4 അതിലുള്ളൂ അല്ലെ. അത് ഡെലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഏതുണ്ട്? 1 മാത്രം ഉണ്ട്. അപ്പൊ ഏതാണ്? ഡി എന്നുള്ളതും ശരിയാണ്. എ മൈനസ് ബി യൂണിയൻ സി ഈക്വൽ ടു സെറ്റ് 1. Next question, properties of coordinality and its practical application. X and y are any two sets such that n of x equal to 17, n of y equal to 23, n of x union y equal to 38, then n of x intersection y. എങ്ങനെയാണ് കാണുക? n of x plus n of y
മൈനസ് എൻ ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ എന്ന് പറയുന്നത് ഏതാണ്? എൻ ഓഫ് എക്സ് യൂണിയൻ വൈ ആണ്. അപ്പൊ നമുക്ക് ഇതിന്ന് ഏത് കണ്ടുപിടിക്കാം? എക്സ് ഇന്റർസെക്ഷൻ വൈ അങ്ങോട്ട് കൊണ്ടുപോയി ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം അല്ലെ? അപ്പൊ എൻ ഓഫ് എക്സ് പ്ലസ് എൻ ഓഫ് വൈ മൈനസ് എൻ ഓഫ് എക്സ് യൂണിയൻ വൈ എന്ന് പറയണതാണ് ഏത്? എൻ ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ. അപ്പൊ ഇതില് ഓരോന്നിനും കൊടുക്കുക. 17 പ്ലസ് 23 മൈനസ് 38. അത് എത്ര വരെ? 17 3 20 20 20 40 40 മൈനസ് 38 എത്രയാണ്? 2 അല്ലെ? അപ്പൊ ഏതാണ് ആൻസർ? ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If x and y are any two sets such that x union y has 18 elements, x has 8 elements and y has 15 elements, then number of elements in x intersection y. ഇതേപോലെ തന്നെ ചെയ്യാം. എക്സ് ഇന്റർസെക്ഷൻ വൈ എന്ന് പറയുന്നത് എൻ ഓഫ് എക്സ് പ്ലസ് എൻ ഓഫ് വൈ മൈനസ് എൻ ഓഫ് എക്സ് യൂണിയൻ വൈ. അതായത് 8 പ്ലസ് 15 മൈനസ് 18 അല്ലേ? അപ്പൊ എത്രയാണ്? 23 മൈനസ് 18 എന്ന് പറഞ്ഞാൽ 5. അപ്പൊ ഏതാണ് ആൻസർ? എ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എസ് ആൻഡ് ടി ആർ two sets such that S has 21 elements, T has 32 elements and S intersection T has 11 elements, then the number of elements of S union T എങ്ങനെയാണ് വരിക? നമ്പർ ഓഫ് എൻ ഓഫ് എസ് യൂണിയൻ ടി ഈക്വൽ ടു എൻ ഓഫ് എസ് പ്ലസ് എൻ ഓഫ് ടി മൈനസ് എൻ ഓഫ് എസ് ഇന്റർസെക്ഷൻ ടി അല്ലേ? അപ്പൊ ഏത് വരും? എൻ ഓഫ് എസ് എന്ന് പറയുന്നത് 21 പ്ലസ് 32 മൈനസ് 11. 53 മൈനസ് 11 42. ഏതാണ് ആൻസർ? എ എന്നുള്ളതാണ് ആൻസർ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ കമന്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.